ഹായ്, ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മാർബിൾ ഹോംസ് നിങ്ങളെ പരിചയപ്പെടുത്തുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് ഇൻഫോ പാർക്കിൽ നിന്നും 7 കിലോമീറ്റർ മാറി കാക്കനാട് പുക്കാട്ടുപടി റൂട്ടിലാണ്. കാക്കനാട് റോഡ് വളരെ അടുത്താണ് ഈ കാണുന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. ഇൻഫോ പാർക്കിലേക്ക് 7 കിലോമീറ്റർ മാത്രമാണ് ദൂരം വരുന്നത്. നിങ്ങളുടെ ബഡ്ജറ്റിന് ഫ്രണ്ട്ലി ആയിട്ട് ഇൻഫോ പാർക്കിലേക്ക് ഇത്ര എളുപ്പത്തിൽ എത്താവുന്ന ഒരു വീട് നിങ്ങൾക്ക് കിട്ടുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. ബിക്കോസ് ഇതൊരു 4 BHK വീടാണ്. ഒരു 4 BHK വീട് ഈ ഒരു ബഡ്ജറ്റിൽ ഇൻഫോ പാർക്കിന്റെ അടുത്ത് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. അപ്പോൾ നമുക്ക് വീഡിയോയുടെ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് ഇവിടെ നിന്ന് ഓരോ സ്ഥലങ്ങളിലേക്കുള്ള ആക്സസ് നമുക്ക് നോക്കാം. നമുക്ക് ഇവിടെ നിന്ന് കളക്ടറേറ്റിലേക്ക് പോകണമെങ്കിലും ഇൻഫോ പാർക്കിന്റെ സെയിം ഡിസ്റ്റൻസ് തന്നെയാണ് വരുന്നത്. 7 കിലോമീറ്റേഴ്സ് ആണ്. നമുക്ക് ഇടപ്പള്ളി ലുലു മാളിന്റെ ഭാഗത്തേക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ 10 കിലോമീറ്റേഴ്സും കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് 21 കിലോമീറ്റേഴ്സും ആണ് ഇവിടെ നിന്നുള്ള ഡിസ്റ്റൻസ് വരുന്നത്. നമുക്ക് ആദ്യം തന്നെ ഇതിന്റെ സറൗണ്ടിങ് ഏരിയാസും റോഡും ഒക്കെ എങ്ങനെയാണെന്നുള്ളതൊന്ന് നോക്കിയിട്ട് വരാം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്ന ഒരു വില്ല പ്രൊജക്റ്റ് ആണ്. ഏകദേശം ഒരു 15ഓളം വില്ലകളാണ് ഈ ഒരു പ്രൊജക്ടിനകത്ത് വരുന്നത്. പലതിലും ആളുകൾ താമസമായതാണ്. അത്യാവശ്യം നല്ല കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകൾ തന്നെയാണ് ഈ കാണുന്ന വില്ലകളിലെല്ലാം തന്നെ താമസിക്കുന്നത്. ഏറ്റവും കൂടുതൽ ഇൻഫോ പാർക്കിലൊക്കെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ തന്നെയാണ് ഈ കാണുന്ന വില്ലകളിൽ മെജോറിറ്റിയിലും താമസിക്കുന്നത്. നമുക്ക് ഈ ഒരു വില്ലകളിൽ ഒരു 3-4 വില്ലകളാണ് സെയിലിനുള്ളത്. പല ബഡ്ജറ്റിലുള്ള വീടുകളാണുള്ളത്. മെയിൻ റോഡ് കഴിഞ്ഞാൽ, ടാർ റോഡ് കഴിഞ്ഞാൽ നമ്മുടെ ഈ വില്ലകളിലേക്ക് വരുന്ന വഴികൾ എന്ന് പറയുന്നത് ഇതുപോലെയുള്ള ഭംഗിയായ ഇന്റർലോക്കിംഗ് ടൈല് വിരിച്ചിട്ടുള്ള വഴികളാണ്. അപ്പൊ ഇതിന്റെ ഒരു മതിലൊക്കെ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് കാണാം. അത്യാവശ്യം നല്ല ഭംഗിയായിട്ടുള്ള ടെക്സ്ചർ വർക്കൊക്കെ ചെയ്തിട്ട് നല്ല ഡിസൈനോട് കൂടിയിട്ടൊക്കെയാണ് ഇതിന്റെ മതിലൊക്കെ ചെയ്തിരിക്കുന്നത്. മെയിൻ 2 പില്ലേഴ്സിൽ വന്നിട്ട് 2 ഭംഗിയുള്ള ലൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഗേറ്റ് വന്നിട്ട് ഈ ഒരു മോഡലിൽ തന്നെയാണ് ഗേറ്റ് കണ്ടിന്യൂ ചെയ്ത് വരുന്നത്. നമ്മളൊരു പോർഷൻ വന്നിട്ട് കംപ്ലീറ്റ് ആയിട്ട് സ്ലൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈ ഒരു പോർഷൻ നമുക്ക് ഇങ്ങനെ തുറക്കാവുന്ന രീതിയിലുമാണ് ചെയ്തിരിക്കുന്നത്. വീടിന്റെ എലിവേഷൻ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം നല്ല ഭംഗിയുള്ള ടെക്സ്ചർ വർക്കുകൾ കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഭാഗങ്ങൾ ക്ലാഡിംഗ് സ്റ്റോൺസിന്റെ വർക്ക് വരുന്നുണ്ട്. കുറച്ച് ബ്രിക്ക് മോഡലുള്ള കുറച്ച് ഡിസൈനുകൾ കൊടുത്തിട്ടുണ്ട്. എലിവേഷൻ നോക്കുവാണെങ്കിൽ വളരെ ഭംഗിയായിട്ട് ഒരു വൈറ്റ് പെയിന്റ് ഒക്കെ കൊടുത്തിട്ട് നിറയെ LED ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടാണ് വീടിന്റെ എലിവേഷൻ അവർ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. വീടിനകത്തേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് സറൗണ്ടിങ് ഏരിയാസ് ഒക്കെ നോക്കിയാൽ കാണാം. ഭംഗിയായിട്ട് കടപ്പ സ്റ്റോൺസ് വിരിച്ചിട്ട് അതിനിടയിലെല്ലാം തന്നെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് വിരിച്ചിരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ വീടിന്റെ മെയിൻ കാർ പോർച്ചിനകത്താണ്. ഇതിന്റെ ഒരു പില്ലറൊക്കെ നോക്കിയാലും കാണാം ഭംഗിയായിട്ടുള്ള കോപ്പർ ഡിസൈൻ ഒക്കെ വരുന്ന രീതിയിലുള്ള ടെക്സ്ചർ വർക്കാണ് കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ മുകളിലാണെങ്കിലും കുറച്ച് ഡിസൈനുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. LED ലൈറ്റുകളൊക്കെ ഇട്ടിട്ടുണ്ട്. ഈ ഒരു കവേർഡ് കാർ പോർച്ചിൽ നമുക്ക് ഒരു വാഹനമാണ് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഇവിടെ കിട്ടുന്നത്. ഇതിന്റെ ബാക്കിയുള്ള ഏരിയയിലൊക്കെ നോക്കുവാണെങ്കിൽ 2 വീലേഴ്സ് ഒക്കെ വെക്കാനായിട്ട് നമുക്ക് ഇവിടെ ധാരാളം സ്പേസ് കിട്ടുന്നുണ്ട്. അതുപോലെ EV വെഹിക്കിൾസ് ഒക്കെ ചാർജ് ചെയ്യാനായിട്ട് ഇവിടെ ചാർജിങ് പോയിന്റും ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. വീടിന്റെ ലെഫ്റ്റ് സൈഡിലേക്ക് പോകുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ആളുകൾക്ക് കടന്നു പോകാനുള്ള നല്ല സ്പേസ് ഇട്ടിട്ടാണ് ഇതിന്റെ ബാക്കിയുള്ള ബാക്ക് സൈഡിലേക്കുള്ള വഴിയെല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. ഈ ഒരു പോർഷൻ കഴിഞ്ഞാൽ ബാക്കിയെല്ലാം തന്നെ ബേബി മെറ്റലാണ് അവർ വിരിച്ചിരിക്കുന്നത്. അപ്പൊ ഈ ഒരു വീടിന്റെ ഈ ഒരു പോർഷൻ ചെന്ന് എൻഡ് ചെയ്യുന്നത് വർക്ക് ഏരിയ സ്പേസിലാണ്. അപ്പൊ നമുക്ക് ഈ വീടിന്റെ ബാക്കിയുള്ള വീഡിയോസ് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും ലെഫ്റ്റിലും റൈറ്റിലുമുള്ള 2 വഴിയും ചെന്ന് എൻഡ് ചെയ്ത് നിൽക്കുന്നത് ഇവിടുത്തെ വർക്ക് ഏരിയ സ്പേസിലേക്കാണ്. ഈ ഒരു റൈറ്റ് സൈഡിലൂടെ പോകുമ്പോഴും ഇതുപോലെ തന്നെയാണ്. ഒരു പോർഷൻ വരെ നമുക്ക് ഇതുപോലെ കടപ്പ സ്റ്റോൺസ് വിരിച്ചിട്ട് ബാക്കിയുള്ള ഭാഗങ്ങളിലേക്കെല്ലാം തന്നെ ബേബി മെറ്റലാണ് വിരിച്ചിരിക്കുന്നത്. ഇവിടുത്തെ കിണർ വരുന്നത് ആ ഒരു ഭാഗത്തായിട്ടാണ്. നമുക്ക് അത്യാവശ്യം ഈ ഒരു ഭാഗങ്ങളിലൊക്കെ നിങ്ങൾക്കറിയാം കാക്കനാട് സൈഡിലൊക്കെ നല്ല ഡ്രിങ്കിങ് വാട്ടർ കിട്ടുന്ന ഏരിയ ആണ്. അപ്പൊ ഇവിടെ നമുക്ക് കിണർ കൂടാതെ പിന്നെ മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് KWയുടെ വാട്ടർ ഫെസിലിറ്റി കൂടിയാണ്. അപ്പൊ നമ്മൾ ഇതിന്റെ ഈ ഒരു സറൗണ്ടിങ് ഏരിയാസ് കാര്യങ്ങളെല്ലാം തന്നെ കണ്ടു. ഇനിയിപ്പോ ഞാനിവിടെ കയറുന്നത് ഇതിന്റെ സിറ്റ് ഔട്ടിലേക്കാണ്. അത്യാവശ്യം നമുക്ക് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു സിറ്റ് ഔട്ട് തന്നെ കിട്ടുന്നുണ്ട്. ഒരു ചെറിയ 1-2 ചെയറുകളൊക്കെ ഇടാൻ പറ്റിയ ഒരു സ്പേസ് ആണ് വരുന്നത്. ഇവിടെയാണെങ്കിൽ ബ്ലാക്ക് കളറിലുള്ള ഗ്രാനൈറ്റ് ആണ് അവർ വിരിച്ചിരിക്കുന്നത്. ഈ കാണുന്നത് മെയിൻ ഡോർ ആണ്. ഒറ്റപ്പാളിയായിട്ടാണ് മെയിൻ ഡോർ ചെയ്തിരിക്കുന്നത്. നല്ല വീതിയുള്ള കട്ടളപ്പടിയാണ് ഡോറിന് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല ഡിസൈനുകളൊക്കെയാണ് അവർ ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്കിനി ഡോർ തുറന്ന് അകത്തുള്ള കാഴ്ചകൾ എങ്ങനെയാണെന്ന് നോക്കാം.
ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഈ വീടിന്റെ ലിവിംഗ് സ്പേസിലാണ്. അത്യാവശ്യത്തിന് സ്പേഷ്യസ് ആയിട്ടുള്ള ലിവിംഗ് ഏരിയ ആണ് ഈ ഒരു റൂമിൽ നമുക്ക് കിട്ടുന്നത്. ഇവിടുത്തെ ഫ്ലോർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വൈറ്റ് കളറിലുള്ള ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിലൊരു ചെറിയ ഗോൾഡൻ കളറുള്ള ഒരു ഡിസൈൻ കൂടി നമുക്ക് ചെറുതായിട്ട് അതിനകത്ത് കാണാവുന്നതാണ്. വീടിനകത്തേക്ക് നമ്മൾ നേരെ കയറി വരുമ്പോൾ നമുക്ക് ആദ്യം വിസിബിൾ ആയിരിക്കുന്നത് ഇവിടുത്തെ TV യൂണിറ്റ് ആണ്. ആ ഒരു വോള് കംപ്ലീറ്റ് ആയിട്ട് അവർ ഒരു ലൈറ്റ് ഗോൾഡൻ കളറുള്ള ടെക്സ്ചർ വർക്കാണ് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് മൾട്ടിവുഡ് കൊണ്ട് അത്യാവശ്യം നല്ല ഭംഗിയായിട്ടുള്ള ഷെൽഫ് ഫെസിലിറ്റികളോടൊക്കെ കൂടിയിട്ടാണ് TV യൂണിറ്റ് അവർ ചെയ്തിരിക്കുന്നത്. DB മീറ്റർ വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഈ താഴെ കാണുന്നതും സൈഡിലുള്ളതുമായിട്ടുള്ള എല്ലാ കബോർഡുകളും നമുക്ക് ഇതുപോലെ ഓപ്പൺ ചെയ്യാവുന്നതാണ്. അതുകൂടാതെ ഇതുപോലെ കുറച്ച് ഓപ്പൺ ഷെൽഫുകളൊക്കെ കൊടുത്ത് LED ലൈറ്റുകളൊക്കെ ഇട്ടിട്ടാണ് ഈ ഒരു ഏരിയ അവരെ ഭംഗിയാക്കിയിട്ട് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ വിൻഡോസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വോളിൽ നമുക്ക് 2 സിംഗിൾ വിൻഡോസ് കിട്ടുന്നുണ്ട്. അതുകൂടാതെ തന്നെ ആ ലെഫ്റ്റ് സൈഡിലുള്ള ഭാഗത്താണെങ്കിലും 3 വിൻഡോസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു വീടിനകത്ത് അവർ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന മെയിൻ ഒരു പെയിന്റ് എന്ന് പറയുന്നത് ഒരു ലൈറ്റ് യെല്ലോ കളറാണ് പെയിന്റ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ റൂഫിൽ നോക്കിയാൽ കാണാം വലിയൊരു സർക്കിളുകൾ, ആദ്യം ഒരു ചെറിയ സർക്കിൾ പിന്നെ ഒരു വലിയ സർക്കിൾ, അങ്ങനെ നല്ല ഭംഗിയുള്ള രൂപത്തിലുള്ള ഒരു വർക്കൊക്കെയാണ് ഇതിന്റെ റൂഫിൽ കൊടുത്തിരിക്കുന്നത്. അതിനിടയിലൊക്കെ ആണെങ്കിലും LED ലൈറ്റുകളൊക്കെ ഇട്ട് ഭംഗിയാക്കിയിട്ട് തന്നെയാണ് ലിവിംഗ് ഏരിയ അവർ മനോഹരമാക്കിയിരിക്കുന്നത്. നമുക്കിനി അടുത്തത് കാണേണ്ടത് ഇവിടുത്തെ ഡൈനിങ് സ്പേസ് ആണ്. ഡൈനിങ് സ്പേസിലേക്ക് പോകുന്ന എൻട്രൻസ് ആണ് നമ്മളീ കാണുന്നത്. ഇതാണെങ്കിലും മൾട്ടിവുഡ് കൊണ്ടുള്ള വലിയൊരു എൻട്രൻസ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. മുകളിലൊക്കെ LED ലൈറ്റ് ഫെസിലിറ്റികളൊക്കെയാണ് അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇങ്ങോട്ട് വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ നിന്നാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്റ്റെയർ കേസിന്റെ താഴെയുള്ള ഭാഗം ആസ് യൂഷ്വൽ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാം അവർ കബോർഡുകളൊക്കെ ആയിട്ട് തിരിച്ച് ഡോറൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്ക് ആ ഭാഗത്തൊക്കെയാണ് ഇൻവെർട്ടേഴ്സ് ഒക്കെ സൂക്ഷിക്കാനുള്ള ഏരിയ ആയിട്ട് ലഭിക്കുന്നത്. ഈ ഒരു വോള് ഞാൻ നിൽക്കുന്നതിന്റെ ബാക്ക് സൈഡിലുള്ള വോള് നോക്കിയാൽ കാണാം നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഓറഞ്ച് ഷെയ്ഡ് വരുന്ന കുറച്ച് ഡിസൈൻ ഒക്കെ ആയിട്ടുള്ള ഒരു പെയിന്റിംഗ് ആണ് അവർ ഈ ഒരു വോള് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിരിക്കുന്നത്. അവിടെ തന്നെ നമുക്ക് 3 വിൻഡോസും ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ വീടിന് ഒരു ഡൈനിങ് സ്പേസ് അത്യാവശ്യം നല്ല വലിയൊരു ഡൈനിങ് സ്പേസ് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. ഏകദേശം ഒരു 8 പേർക്ക് വരെയൊക്കെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വലിയ ലെങ്ത്തും വിഡ്ത്തും ഉള്ള ഒരു വലിയ സ്പേസ് ആണ് നമുക്ക് ഡൈനിങ്ങിനായിട്ട് ഇവിടെ കിട്ടുന്നത്. ഡൈനിങ്ങിന്റെ മുകളിലേക്ക് നിങ്ങൾ നോക്കുവാണെങ്കിൽ കാണാം ഒരു പോർഷൻ അവർ കംപ്ലീറ്റ് ആയിട്ട് റൂഫിംഗ് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള ഒരു പോർഷൻ വന്നിട്ട് ഡബിൾ ഹൈറ്റഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. റൂഫിംഗ് ചെയ്തിരിക്കുന്ന ഭാഗങ്ങൾ നോക്കുവാണെങ്കിൽ തന്നെ നമുക്ക് കാണാം നിറയെ വർക്കുകളൊക്കെ കൊടുത്തിട്ട് LED സ്ട്രിപ്പുകളൊക്കെ അതിലൂടെ ഇട്ടിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ആ ഒരു വോം കളർ വരുന്ന ഒരു LED ലൈറ്റുമാണ് അവിടെ ഇവിടേക്ക് ആയിട്ട് കൊടുത്ത് റൂഫ് ഭംഗിയാക്കിയിരിക്കുന്നത്. ഞാനിവിടെ ഓൾറെഡി സ്റ്റാർട്ടിങ്ങിൽ നിങ്ങളോട് പറഞ്ഞു നമുക്ക് ഈ ഒരു വീട്ടിൽ 2 ബെഡ്റൂമുകൾ കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഡൈനിങ് സ്പേസിൽ നിന്ന് മോളുടെ കിച്ചൺ നമുക്ക് കാണാൻ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ബെഡ്റൂം നമുക്ക് ആദ്യം എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഈ ഒരു ഭാഗത്താണ് ഇവിടുത്തെ ആദ്യത്തെ ബെഡ്റൂം വരുന്നത്. ബെഡ്റൂമിന്റെ ഡോറിന്റെ പാറ്റേൺ ഒക്കെ വരുന്നത് ഇങ്ങനെയാണ്. ഈ ഒരു റൂമിലേക്ക് വരുമ്പോൾ നമുക്ക് ഒരു ചെറിയൊരു ബെഡ്റൂം ആയിട്ടാണ് ഇവരിത് ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്തായിട്ടാണ് 3 വിൻഡോസ് കിട്ടുന്നത്. ഇതിന്റെ ഒരു വോള് മാത്രം അവരൊരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടുത്തെ വാർഡ്രോബ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു കോർണർ ഭാഗത്തായിട്ടാണ് വാർഡ്രോബ് ചെയ്തിരിക്കുന്നത്. ആ ഒരു വുഡിന്റെ കളറും വൈറ്റ് കളറും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയിലാണ് വാർഡ്രോബ് ഫെസിലിറ്റി അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതിനിടയിലൊക്കെ ആണെങ്കിലും ചെറിയ രീതിയിലുള്ള ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. മുകളിലേക്ക് നോക്കുവാണെങ്കിലും കാണാം റൂഫിലും നല്ല ഭംഗിയായിട്ടുള്ള വർക്കുകളൊക്കെ ചെയ്തിട്ടാണ് ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ തന്നെ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂം അവർ ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ബെഡ്റൂമിന്റെ ഈ ഒരു ഡോറൊക്കെ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് കാണാം നല്ല ഭംഗിയായിട്ടുള്ള ഡിസൈനിലൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ബാത്റൂമിനകത്തേക്ക് നോക്കുവാണെങ്കിൽ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളറാണ് ടൈല് മെയിനായിട്ട് അവർ ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ ബാത്റൂം ഫിറ്റിംഗ്സ് ഒക്കെ വന്നിട്ട് ഹിൻഡ് വെയറിന്റെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഇവിടുത്തെ ഒരു ബെഡ്റൂം കണ്ടു കഴിഞ്ഞു. അടുത്തത് നമ്മൾ അടുത്ത ബെഡ്റൂമിലേക്ക് പോവുകയാണ്. അടുത്ത ബെഡ്റൂമിലേക്ക് പോകുന്ന സമയത്ത് ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് ഇവിടുത്തെ വാഷ് ഏരിയ വരുന്നത്. ഈ ഒരു ഭാഗത്ത് സെപ്പറേറ്റ് ആയിട്ട് കുറച്ച് മൾട്ടിവുഡ് കൊണ്ട് മുകളിൽ കുറച്ച് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതിരിക്കുന്ന ബേസ് വന്നിട്ട് ബ്ലാക്ക് കളറിലുള്ള ഗ്രാനൈറ്റ് ആണ്. താഴെയാണെങ്കിൽ നമുക്ക് ഇതുപോലെ ഓപ്പൺ ചെയ്യാവുന്ന ഒരുപാട് ഷെൽഫ് ഫെസിലിറ്റികളൊക്കെ കിട്ടുന്നുണ്ട്. ഇതും ഹിൻഡ് വെയറിന്റെ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ കുറച്ചൊരു പാസേജ് പോലെ കഴിഞ്ഞിട്ട് അവിടെ നിന്നാണ് ബെഡ്റൂമിലേക്കുള്ള ഡോറ് ഓപ്പൺ ചെയ്യുന്നത്. ഡോറുകളുടെയൊക്കെ ഡിസൈനും കാര്യങ്ങളും എല്ലാം വന്നിട്ട് സെയിം ആയിട്ട് തന്നെയാണ് അവർ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂമിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഇതിന്റെ ഈ ഒരു കയറി വന്ന ഈ ഒരു ഭാഗത്തായിട്ട് ഇവിടെ ആയിട്ടാണ് വാർഡ്രോബ് അവർ കൊടുത്തിരിക്കുന്നത്. ഒരു വൈറ്റ് ആൻഡ് വുഡ് കളറിലുള്ള വാർഡ്രോബാണ് ഈ ഒരു ഭാഗത്ത് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല വലിപ്പത്തിൽ തന്നെയാണ് അവരിത് ചെയ്തിരിക്കുന്നത്. ഈ ഒരു വോളിലേക്ക് വരുമ്പോൾ 2 സിംഗിൾ വിൻഡോസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തൊക്കെ ഈ ഒരു 3 വിൻഡോസ് ഇരിക്കുന്ന ഈ ഒരു വോൾ അവർ ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടുത്തെ എല്ലാ റൂമുകളിലും ഒരു വോള് വന്നിട്ട് അവർ ചെറിയൊരു കളർ ചേഞ്ചിലൊക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ റൂഫിലും നല്ല രീതിയിൽ തന്നെയുള്ള വർക്കുകളൊക്കെ ചെയ്തിട്ടാണ് LED ലൈറ്റുകളൊക്കെ അവർ കൊടുത്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്.
ആ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടൈല് തന്നെ കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ഡിസൈൻ ആണെന്ന് മാത്രം, സെയിം ഒരു കളർ കോമ്പിനേഷൻ ഒക്കെ തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. താഴത്തെ നിലയിലുള്ള 2 ബെഡ്റൂമുകൾ കണ്ടു. നമ്മൾ വീണ്ടും ഡൈനിങ് സ്പേസിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ ഇനിയിപ്പോൾ നമുക്ക് കാണാനുള്ളത് കിച്ചൺ ആണ്. കിച്ചന്റെ എൻട്രൻസ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഓപ്പൺ കിച്ചൺ ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. മുകളിലൊക്കെ നിറയെ ലൈറ്റുകളൊക്കെ ഇട്ട് ഭംഗിയാക്കിയിട്ടാണ് എൻട്രൻസ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ഈ കാണുന്ന ഈ ഒരു ഭാഗത്തിന് നേരെ അകത്ത് വരുന്ന സൈഡിൽ നമുക്ക് കബോർഡുകളൊക്കെ ആയിട്ട് ഓപ്പൺ ചെയ്യാവുന്ന രീതിയിൽ അവർ 2 ഡോറുകളൊക്കെ കൊടുത്തിട്ടാണ് ഈ ഒരു ഭാഗം അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. കിച്ചണിലേക്ക് വരുമ്പോൾ നമുക്ക് 2-3 പേർക്കൊക്കെ നിൽക്കാവുന്ന രീതിയിൽ ലെങ്തി ആയിട്ടാണ് കിച്ചൺ ചെയ്തിരിക്കുന്നത്. കിച്ചന്റെ ടോപ്പ് സ്ലാബ് ഒക്കെ വന്നിട്ട് ബ്ലാക്ക് കളറിലുള്ള ഗ്രാനൈറ്റിലാണ്. സറൗണ്ടിങ് ഏരിയാസ് ഒക്കെ വരുന്നത് വൈറ്റ് ടൈലൊക്കെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കിച്ചൺ ക്യാബിനറ്റ്സ് എല്ലാം വന്നിട്ട് മെയിൻ ആയിട്ട് ഒരു ഗ്രേ ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ആണ് അവർ കീപ്പ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് 3 വിൻഡോസ് കിട്ടുന്നുണ്ട്. ഇവിടെ ആണെങ്കിൽ 2 വിൻഡോസും ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. സിങ്ക് വിത്ത് പൈപ്പ് കണക്ഷൻ വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഇതിന്റെ റൂഫിലോട്ട് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം കിച്ചൺ ആണെങ്കിൽ പോലും നല്ല രീതിയിൽ തന്നെയുള്ള വർക്കുകളൊക്കെ ചെയ്ത് ഭംഗിയാക്കിയിട്ടാണ് ഈ ഒരു ഭാഗവും അവർ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. കിച്ചണിൽ നിന്ന് നമുക്ക് തുറക്കുന്ന ഈ ഒരു ഡോറ് വരുന്നത് ആക്ച്വലി ഇവിടുത്തെ വർക്ക് ഏരിയ സ്പേസിലേക്കാണ്. ഇങ്ങോട്ട് വരുന്ന സമയത്ത് നമുക്ക് അത്യാവശ്യം സൗകര്യങ്ങളോട് കൂടി ഒരു വർക്ക് ഏരിയ തന്നെയാണ് അവർ ചെയ്തിരിക്കുന്നത്. ടൈലൊക്കെ കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഇതുപോലെ തന്നെ ഒരു സ്ലാബ് കൊടുത്തിട്ടുണ്ട്, സിങ്കും പൈപ്പ് കണക്ഷനും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ മുകൾ ഭാഗത്തൊക്കെ കംപ്ലീറ്റ് ആയിട്ട് അവർ ഷീറ്റ് ഇട്ട് കവർ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഒരു സറൗണ്ടിങ് ഏരിയാസ് ആണെങ്കിലും കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇവിടുത്തെ കിണർ വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. അതിന് ഓൾറെഡി സ്റ്റാർട്ടിങ്ങിൽ തന്നെ നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഭാഗത്തുള്ള ഡോർ തുറന്നാൽ നമുക്ക് കറങ്ങി വീടിന്റെ ഫ്രണ്ടിലേക്കാണ് എത്താവുന്നത്. അപ്പൊ വീടിന്റെ 2 സൈഡും വന്ന് എൻഡ് ചെയ്ത് നിൽക്കുന്നത് ഈ ഒരു നമ്മളുടെ ഒരു വർക്ക് ഏരിയയുടെ സ്പേസിലേക്കായിട്ടാണ്. അപ്പൊ നമ്മൾ ഇവിടുത്തെ താഴെയുള്ള ഏകദേശം എല്ലാ കാര്യങ്ങളും ഒക്കെ തന്നെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് ഇവിടുത്തെ മുകളിലൊക്കെ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. മുകളിലേക്കുള്ള സ്റ്റെപ്സ് കയറുന്ന സമയത്ത് ബ്ലാക്ക് കളറുള്ള ഗ്രാനൈറ്റിലാണ് സ്റ്റെപ്സ് എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ ഹാൻഡ് റെയിൽസ് എല്ലാം തന്നെ സ്റ്റെയിൻലെസ് സ്റ്റീലിൽ ചെയ്തിട്ട് നല്ല ഡിസൈനോട് കൂടിയ ടഫ് ആൻഡ് ഗ്ലാസ് ആണ് കംപ്ലീറ്റ് ആയിട്ട് അവർ ഇട്ടിരിക്കുന്നത്. മുകളിലേക്കുള്ള ഈ ഒരു വോൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം താഴെ നിന്നുള്ള ഡൈനിങ് ഏരിയയുടെ വോൾ തന്നെയാണ് ഇങ്ങോട്ടേക്ക് കണ്ടിന്യൂ ചെയ്തു വരുന്നത്. ആ സെയിം കളർ ഓറഞ്ച് നല്ല ഡിസൈൻ ഉള്ള ഒരു പെയിന്റ് തന്നെയാണ് ഈ ഒരു ഹാളിന്റെ വലിയൊരു ഏരിയയിൽ തന്നെ കംപ്ലീറ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. ആ ഒരു ഭാഗത്തായിട്ട് തന്നെ നമുക്ക് 3 വിൻഡോസും കിട്ടുന്നുണ്ട്. സ്റ്റെപ്പ് കയറി നമ്മൾ നേരെ വരുമ്പോൾ നമുക്കൊരു വലിയ ഹാളാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഏരിയ തന്നെ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം സ്റ്റെപ്പ് കയറിയിട്ട് ഈ ഒരു ഭാഗങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഇവിടെ നിന്നാണ് നമ്മൾ സ്റ്റെപ്പ് കയറി വന്നത്. നേരെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം ഒരു വലിയ TV യൂണിറ്റിനുള്ള സ്പേസ് ആണ് അവരവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഹാളിലെ ഏറ്റവും വലിയ വോള് വരുന്നത് ആ ഭാഗത്തായിട്ടാണ്. അത് കംപ്ലീറ്റ് ആയിട്ട് തന്നെ അവർ നല്ല ഭംഗിയുള്ള ടെക്സ്ചർ വർക്കൊക്കെ ചെയ്തിട്ട് അവിടെ ആ ഒരു വോള് ഫുള്ളായിട്ട് തന്നെ മൾട്ടിവുഡിൽ നല്ല ഭംഗിയുള്ള ഒരു TV യൂണിറ്റ് ആണ് ചെയ്തു വെച്ചിരിക്കുന്നത്. അതിന്റെ മുകളിലും താഴെയൊക്കെ ആയിട്ട് ഒരുപാട് ക്ലോസ് ചെയ്യാവുന്നതും ഓപ്പൺ ആയിട്ട് കിടക്കുന്നതും ഒക്കെ ആയിട്ടുള്ള ഷെൽഫൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിനിടയിലെല്ലാം LED ലൈറ്റ് ഫിറ്റിംഗ്സും ആണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഹാളിന്റെ മുകളിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം സ്റ്റാർട്ടിങ് തുടങ്ങി ഇതിന് നിറയെ വർക്കുകൾ കൊടുത്തിട്ടുണ്ട്. ഒട്ടും മോശമല്ലാതെ ആവശ്യത്തിന് മാത്രമുള്ള സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ലൈറ്റ് ഫിറ്റിംഗ്സ് മാത്രമാണ് ഈ ഒരു ഹാളിൽ അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഹാളിൽ നമ്മൾ നിൽക്കുന്ന സമയത്ത് ഈ ഒരു TV യൂണിറ്റ് ഈ ഒരു ഭാഗത്തേക്കൊക്കെ വരുമ്പോൾ നമുക്ക് ഇവിടെ ആയിട്ട് ഒരു ബെഡ്റൂം കിട്ടുന്നുണ്ട്. താഴെ നമ്മൾ 2 ബെഡ്റൂമുകളാണ് കണ്ടത്. മുകളിലത്തെ നിലയിലുള്ള ആദ്യത്തെ ബെഡ്റൂമാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. നമ്മൾ താഴെയുള്ള ബെഡ്റൂമുകളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ കിട്ടുന്ന ബെഡ്റൂം കുറച്ചും കൂടെ നല്ല വലിപ്പത്തിലുള്ള ബെഡ്റൂമാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് ഈ ഒരു വോള് ശ്രദ്ധിച്ചറിയാം. ഇവിടുത്തെ ഒരു വോളും ഒരു വോള് മാത്രമായിട്ട് സെപ്പറേറ്റ് ഒരു പെയിന്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് 3 വിൻഡോസ് കിട്ടുന്നുണ്ട്. ഈ ഭാഗത്ത് ഒരു സിംഗിൾ വിൻഡോയും ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ വാർഡ്രോബ് വരുന്നത് ഈ ഒരു ഭാഗത്ത് മൾട്ടിവുഡിൽ തന്നെ ചെറിയൊരു വുഡിന്റെ ഡിസൈൻ ഒക്കെ വരുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ ഇതിന്റെ റൂഫിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം നല്ല ഭംഗിയുള്ള വർക്കുകളൊക്കെയാണ് റൂഫിൽ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ ഒരു വാർഡ്രോബുകളുടെ ഇടയിലാണെങ്കിൽ പോലും അവിടെയും കൂടി അവരൊരു ചെറിയ വിൻഡോ അതിനിടയ്ക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂമിന്റെ എല്ലാത്തിന്റെയും ഡോറുകളൊക്കെ നല്ല ഡിസൈൻ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബാത്റൂം നോക്കുവാണെങ്കിൽ നല്ല ലെങ്തി ആയിട്ടുള്ള ഒരു ബാത്റൂമാണ് ചെയ്തിരിക്കുന്നത്. ഒരു കോപ്പർ കളറും വൈറ്റും കൂടെ കൂടി മിക്സർ ആയിട്ടുള്ള ഒരു ടൈലാണ് ഇവിടെ എല്ലാം തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഈ ഒരു ബെഡ്റൂം കഴിഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് ഇറങ്ങുന്ന സമയത്ത് ഈ നമ്മുടെ ഒരു ലെഫ്റ്റ് സൈഡിലായിട്ടാണ് നമുക്ക് ഇവിടുത്തെ ഒരു ചെറിയ ബാൽക്കണി സ്പേസ് കിട്ടുന്നത്. ഈ ഭാഗത്തായിട്ടാണ് ബാൽക്കണി വരുന്നത്. ഒരു ചെറിയ ബാൽക്കണി ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ടഫ് ആൻഡ് ഗ്ലാസ് ഒക്കെ ഇട്ടിട്ട് കംപ്ലീറ്റ് ആയിട്ട് അത് കവർ ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. മുകളിലൊക്കെ 2 ചെറിയ LED ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട്.
ഇവിടെ നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതിന്റെ സറൗണ്ടിങ് ഏരിയാസ് ഒക്കെ വിസിബിൾ ആണ്. നിറയെ വില്ല പ്രൊജക്ടുകളുള്ള ഒരു ഏരിയയിലാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 10-12ഓളം വില്ലകളാണ് ഈ ഒരു പ്രൊജക്ടിനകത്ത് വരുന്നത്. ഇതിനകത്ത് പല ബഡ്ജറ്റിലുള്ള വീടുകളാണ് നമുക്ക് സെയിലിനായിട്ട് ഇട്ടിരിക്കുന്നത്. ഏറ്റവും കുറഞ്ഞ ബഡ്ജറ്റ് വരുന്നത് 68 lakhs തുടങ്ങിയിട്ടുള്ള വീടുകൾ നമുക്കിവിടെ, അതും 68 lakhs ഒക്കെ 4 BHK എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം. അപ്പൊ അതുപോലുള്ള വീടുകൾ വരെ നമുക്കിവിടെ അവൈലബിൾ ആണ്. അപ്പൊ നമ്മൾ ഇവിടുത്തെ ഒരു ബെഡ്റൂമും ബാൽക്കണിയും ഒക്കെ കണ്ടു. ഇനി നമുക്ക് കാണാനുള്ളത് ഒരു ബെഡ്റൂമും യൂട്ടിലിറ്റി സ്പേസും കൂടെയാണ്. ബെഡ്റൂമുകൾ തമ്മിൽ നല്ല ഗ്യാപ്പ് ഇട്ടിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ ഫൈനൽ ആൻഡ് 4th ബെഡ്റൂമാണ് നിങ്ങൾ ഇനി കാണാൻ പോകുന്നത്. നേരത്തെ കണ്ടതുപോലെ തന്നെ ഈ ഒരു ബെഡ്റൂമും നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്ത് 3 വിൻഡോസും ഇവിടെ ഒരു സിംഗിൾ വിൻഡോസും ഒക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ആ ഒരു ഭാഗത്തായിട്ടാണ് വാർഡ്രോബ് ഫെസിലിറ്റി വരുന്നത്. നമ്മുടെ താഴെ കണ്ടതുപോലെയൊക്കെ തന്നെയുള്ള സെയിം മെറ്റീരിയൽ ഒക്കെ തന്നെയാണ് ഇവിടെയും യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ റൂഫിലും ഭംഗിയായിട്ടുള്ള ലൈറ്റ് ഫിറ്റിംഗ്സും കാര്യങ്ങളും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. നല്ല രീതിയിൽ റൂഫിലെ വർക്കുകൾ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡും ഒരു വൈറ്റും കൂടെ വരുന്ന ഒരു മിക്സ്ചറാണ് ഇവിടുത്തെ വോളിനെല്ലാം തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. ബെഡ്റൂം കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഫൈനലി നമുക്കിനി കാണാനുള്ളത് ഇവിടുത്തെ യൂട്ടിലിറ്റി സ്പേസ് ആണ്. ഒരു ടെമ്പററി ആയിട്ടുള്ള യൂട്ടിലിറ്റി സ്പേസ് അല്ല അവരിവിടെ കൊടുത്തിരിക്കുന്നത്. കംപ്ലീറ്റ് ആയിട്ട് കോൺക്രീറ്റ് ചെയ്ത് തന്നെയാണ്, ഇതൊരു റൂം പോലെ തന്നെയാണ് യൂട്ടിലിറ്റി സ്പേസും അവർ ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്തായിട്ട് നമുക്ക് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള പ്ലഗും വേസ്റ്റ് വാട്ടർ പോകാനുള്ള പൈപ്പ് കണക്ഷൻസും ഒക്കെ അവർ കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ട് നമുക്കൊരു ഓപ്പണിംഗ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ഡോർ പുറത്തേക്ക് ഇറങ്ങാനുണ്ട്. ഈ ഡോർ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, ഇവിടെ നിന്ന് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് സ്റ്റാർട്ട് ചെയ്യാണ്. ടെറസ് വന്നിട്ട് ഓപ്പൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ വീടിന്റെ എല്ലാ കാര്യങ്ങളും തന്നെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇൻഫോ പാർക്കിനോട് വളരെ അടുത്തും കാക്കനാടിനോട് വളരെ അടുത്തും ഒക്കെ ആയിട്ടാണ് ഈ കാണുന്ന ഒരു വീട് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇതിന്റെ പ്രൈസ് ഡീറ്റെയിൽസ് ഒക്കെ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഇന്ന് മാർബിൾ ഹോംസിലൂടെ നിങ്ങൾ കണ്ട വീട് ഇൻഫോ പാർക്കിൽ നിന്നും 7 കിലോമീറ്റർ മാത്രം മാറിയുള്ള ദൂരത്തിലാണ്. കാക്കനാട് പുക്കാട്ടുപടി റൂട്ടിലാണ്. കാക്കനാടിനോട് വളരെ അടുത്തായിട്ടാണ് ഈ കാണുന്ന ഒരു വില്ല പ്രൊജക്ട് സ്ഥിതി ചെയ്യുന്നത്. ഇതിനകത്ത് ഏകദേശം ഒരു 12ഓളം വില്ലകൾ കിടക്കുന്നുണ്ട്. പലതിലും ആളുകൾ താമസമായതാണ്. 3-4 വില്ലകൾ മാത്രമാണ് സെയിലിനായിട്ടുള്ളത്. ഏകദേശം 68 ലക്ഷം രൂപ തുടങ്ങി സ്റ്റാർട്ട് ചെയ്യുന്ന പ്രൈസ് കാറ്റഗറികളിലാണ് ഇതിനകത്ത് വീടുകൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഇന്ന് നമ്മൾ പരിചയപ്പെട്ട വീടിന്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ഇത് സ്ഥിതി ചെയ്യുന്നത് 3.9 സെന്റ് ലാൻഡിനാണ്. 4 സെന്റിന് വളരെ കുറച്ച് മാത്രമാണ് ലാൻഡ് കുറവ് വരുന്നുള്ളൂ. 3.9 സെന്റ് ലാൻഡിൽ 2000 സ്ക്വയർ ഫീറ്റിലാണ് 4 BHK ആയിട്ടുള്ള ഈ ഒരു വീട് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് നമുക്ക് കിണർ വെള്ളമാണ് ഓപ്ഷൻ, കിണർ വെള്ളമുണ്ട്. അതുകൂടാതെ KWയുടെ വാട്ടർ കൂടിയാണ് മറ്റൊരു ഓപ്ഷൻ ഉള്ളത്. ഇതിന്റെ കാർ പോർച്ചിൽ നമുക്ക് ഒരു കാറിനാണ് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉള്ളത്. ഈ കാണുന്ന ഭംഗിയുള്ള വീടിന് ഉദ്ദേശിക്കുന്ന പ്രൈസ് 73 lakhs ആണ്. അത് ചെറുതായിട്ട് നെഗോഷ്യബിൾ ആണ്. 73 ലക്ഷം എന്നുള്ള ഇതിന്റെ വില ഓണറായിട്ട് സംസാരിച്ച് നമുക്ക് ചെറുതായിട്ടൊക്കെ നെഗോഷിയേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇതുപോലുള്ള മനോഹരമായ വീടുകൾ കാണുന്നതിനൊക്കെയായിട്ട് എന്റെ മാർബിൾ ഹോംസ് എന്നുള്ള ചാനൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീട് സ്വന്തമാക്കാനായിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്ക് വിളിക്കുക. അടുത്തൊരു മനോഹരമായ വീടിന്റെ വിശേഷങ്ങളുമായി മാർബിൾ ഹോംസിൽ കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.